ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ നേമക്കാട് ഇറങ്ങിയ ആന കാറും ഇരുചക്രവാഹനവും ആക്രമിച്ചു. രാവിലെ ലോറി തടഞ്ഞ പടയപ്പ 1 മണിക്കൂറോളം ഗതാഗത തടസ്സവും ഉണ്ടാക്കിയിരുന്നു. சும்மா அப்படியே லொக்கேஷன் தான் பார்த்துட்டு இருந்தோம். பார்த்துட்டு இருக்கும்போது திடீர்னு சடனாக பார்க்கும்போது பேக்கில் யானை வந்துருச்சு. வண்டி எடுக்கலாம் போகும் பார்த்தோ எனக்கு கொஞ்சம் பயமாக இருந்துருச்சு. வந்தோடனே தூரம் மாறிட்டோம். வந்தோடனே வண்டி உடச்சிருச்சு. வண்டி உடச்சி அதுக்கடுத்து ஒரு காரையும் உடச்சிருச்சு. ബാക്ക് ബ്രേക്ക് ഏതുമേ വർക്കാകല, ഡിസ്പ്ലേ വർക്കാകല. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിജോ, ഇന്ന് രാവിലെയും പടയപ്പ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണോ? വലിയ നാശനഷ്ടമുണ്ടാക്കിയോ? അമൃത, ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണ് പടയപ്പയുള്ളത്. രാവിലെ മുതൽ ഈ ജനവാസ മേഖലയിൽ പടയപ്പയുണ്ട്. രാവിലെ ഈ നെയ്മക്കാട് എസ്റ്റേറ്റ് റോഡിലൂടെ സിമെന്റുമായി എത്തിയ ലോറിക്ക് നേരെ പടയപ്പയുടെ ആക്രമണമുണ്ടായിരുന്നു. തലനാരിക്കാണ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടത്. ഈ ലോറി പുറകോട്ട് തള്ളി നീക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെ നിന്ന് തേയിലത്തോട്ടത്തിലേക്ക് മാറിയ പടയപ്പ വൈകിട്ടോടുകൂടിയാണ് പ്രധാന റോഡിലേക്ക് ഇറങ്ങിയത്. ഈ സമയത്ത് റോഡിലെ വശങ്ങളിൽ യാത്രക്കാരുണ്ടായിരുന്നു. അവരുടെ ബൈക്കും കാറും സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ആന അപ്രതീക്ഷിതമായി ഈ യാത്രക്കാർക്ക് നേരെ തിരിയുന്നത്. അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ബൈക്കും കാറും ആന ആക്രമിക്കുകയും അത് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ആനയെ അവിടെ നിന്ന് മാറാൻ തയ്യാറായത്. തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങിയ ആന പിന്നീട് അതുവഴി എത്തിയ ഒരു ട്രാക്ടറും തകർക്കാനുള്ള ശ്രമം നടത്തി. എന്തായാലും നാട്ടുകാർ ശബ്ദമുണ്ടാക്കി ആനയെ ജനവാസ മേഖലയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള വനമേഖലയിൽ തന്നെ തേയിലത്തോട്ടത്തിലൊക്കെയായി പടയപ്പ ഇപ്പോഴും തമ്പടിച്ചിരിക്കുകയാണ്. പകൽ സമയത്ത് പോലും സ്വസ്ഥമായി കഴിയാനാകാത്ത ഒരു സാഹചര്യം, അതാണ് പ്രദേശവാസികളെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. ആനയെ കാടുകയറ്റണമെന്ന ആവശ്യം കാലങ്ങളായി പ്രദേശവാസികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അമൃത, മൂന്നാർ നേമക്കാട് ഇറങ്ങിയ പടയപ്പ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ് എന്നാണ് ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് റിപ്പോർട്ട് ചെയ്യുന്നത്.